കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടൽ ഒരു 100 മീറ്ററെങ്കിലും അങ്ങോട്ട് ഉൾവലിഞ്ഞിട്ടുണ്ട്. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. ഒരു കാഴ്ച കാണിച്ചു തരാം. അതായത് കടൽ ഓരോ ദിവസവും ഓരോ തരത്തിലാണ് നമ്മൾ പറയാറില്ലേ. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടോ, കടൽ ശരിക്കും ഒരുപാട് അങ്ങ് ഉൾവലിഞ്ഞു. മാത്രമല്ല കട്ട ചേറാണ് കേട്ടോ. ചേറ് കൊണ്ട് അടിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കട്ട ചേറ് അടിച്ചടിച്ച് കയറ്റിയിരിക്കുക. ഫുള്ള് കട്ട ചേറാണ് കേട്ടോ. എടുക്കുന്നതൊക്കെ കണ്ടോ, അതൊക്കെ ചേറാണ്. ഭയങ്കരമായിട്ട് ചേറ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കടൽ അനങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ശരിക്കും പാടവും പറമ്പൊക്കെ പോലെ ഇങ്ങനെ ഒരുപാട് ദൂരം അങ്ങനെ കിടക്കുക. ഉള്ളു ചേറ് മാത്രം, വെള്ളമൊന്നുമില്ല. കടൽ ഉൾവലിഞ്ഞു എന്ന് പറയില്ലേ, ആ സംഭവം ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, പക്ഷേ കുറച്ച് അപ്പുറത്ത് പോയാലുണ്ടല്ലോ, എൻ്റെ വീടിൻ്റെയൊക്കെ നേരെ ആ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള തിരകളാണെന്ന്. അവിടെ ചേറില്ല. അവിടെ നിന്ന് കുറച്ച് ജസ്റ്റ് ഒരു 25 മീറ്റർ 50 മീറ്റർ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇവിടെയൊക്കെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ചേറ്. അല്ല, ഇവിടെയൊക്കെ കെടുപ്പ് നോക്കിയേ. കട്ടായിട്ട് കുഴമ്പ് പോലത്തെ ചേറാണ്. കടലാണെങ്കിൽ കിടക്കുന്ന കെടുപ്പ് കണ്ടോ. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടൽ ഒരു 100 മീറ്ററെങ്കിലും അങ്ങോട്ട് ഉൾവലിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ചേറ് കൊണ്ട് നിറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇല്ല. വെള്ളം അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് എന്നല്ലാതെ വെള്ളമേ ഇല്ല. കംപ്ലീറ്റ് അങ്ങോട്ട് ഉൾവലിഞ്ഞിരിക്കുക. ഒരു 100 മീറ്ററിലധികം ആണെങ്കിൽ നമുക്ക് നടന്നങ്ങോട്ട് പോവാം. പക്ഷേ ഈ ചേറ് ഭയങ്കര ആഴത്തിൽ ചേറുണ്ടാവും. ആ ചേറിൽ നമ്മുടെ കാല് പൊതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല. നടക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചേറൊക്കെ കണ്ടോ, നല്ല കട്ട ചേറാണ് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഇപ്പോൾ തൊട്ട് കാണിച്ചു തരാം. ചേറ് നോക്കി കണ്ടോ, നല്ല കുഴമ്പ് പോലത്തെ, നല്ല കുറുക്ക് പോലത്തെ ഇങ്ങനത്തെ ചേറാണ് ഈ കിടക്കുന്നത് കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കി ഇവിടെ ഒക്കെ നിറഞ്ഞു കിടക്കുക ചേറ് കണ്ടോ. ചേറ് കണ്ടോ എത്ര ദൂരാന്ന് നോക്കി കിടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടൽ ഉൾവലിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെയും അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ട് ഉൾവലിഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ അധികം ഉണ്ടാവാറില്ല ഇവിടെ. ചാകര എന്നൊക്കെ പറയില്ലേ, ചാകര ശരിക്കും ഇതുപോലെ ചേറും എക്കലും അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. കുറച്ച് കാലമായിട്ട് ഇവിടെ കടൽ തീരെ കുറവായിരുന്നു. അതായത് ഞാൻ കാണിക്കാറുണ്ടല്ലോ, തിരമാലകളൊന്നും ഇല്ലാണ്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഇതൊരു ശരിക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. ഇങ്ങനെ കടൽ കുറേ അങ്ങോട്ട് വലിഞ്ഞു പോവുക എന്ന് പറയുന്നത്. അത് മെയിൻ റീസൺ ഈ ചേറ് തന്നെയാണ്. ഈ ചേറുള്ള സമയത്ത് തിര ഉണ്ടാവില്ല. പക്ഷേ തിര ഇല്ലാത്തതോ നമുക്ക് സാധാരണ കാണാറുണ്ട്. പക്ഷേ ഇത്രയും ദൂരം അങ്ങോട്ട് ചേറ് കട്ടയായി, അവിടെയൊക്കെ ചേറ് കട്ട കാണാം. ഒരു 100 മീറ്റർ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം. അതായത് വെള്ളം ഇല്ല. കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഇപ്പോൾ നിൽക്കേണ്ടതേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വെള്ളമില്ല. അത്രയും അങ്ങോട്ട് വലിഞ്ഞിരിക്കുകയാണ് കടൽ. പുലിമുട്ടിൻ്റെ അപ്പുറത്തൊക്കെ തിരടിക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇപ്പുറത്താണ് ഇപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ചേറടിഞ്ഞിട്ട് കടൽ വറ്റിപ്പോയിരിക്കുന്നത് കണ്ടോ. ഇത്രയും ദൂരം ആ പുലിമുട്ടിൻ്റെ ഒക്കെ ഏകദേശം അത്രയും നീളത്തിൽ തന്നെ കടലിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്, വറ്റിക്കെടുക്കുക. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് തിരടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ചങ്ങോട്ട് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും തിര നല്ലപോലെ അടിച്ച് കയറുന്നുണ്ട്. ഈ കാക്കകളെല്ലാം മീൻ പിടിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. കാക്ക പരുന്തൊക്കെ ഇതിൽ വരുന്ന മീനും മറ്റു ജീവികളൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. ഇവിടെ കണ്ടോ, ആ തകർന്ന ഒരു വീടിൻ്റെ ഒരു അവശിഷ്ടം കിടക്കണുണ്ടോ.
ആ കിടക്കുന്നത് അന്ന് തകർന്നു പോയ വീടാണ്. അതിൻ്റെ അപ്പുറത്ത് ആ ഒരു വീട്ടിൽ ഇപ്പോഴും ആൾ താമസമൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആ ഒരു പുലിമുട്ട് കണ്ടോ? ആ പുലിമുട്ടിൻ്റെ ഒക്കെ ഏകദേശം അത്രയും നീളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അത്രയല്ല അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരുപാട് ദൂരം ശരിക്കും കടലില്ല, വെള്ളമില്ല. ഇവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളം കാണുന്നുണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെ കയറിയ വെള്ളമാണ്. ഇപ്പോൾ ഏറ്റാകുമ്പോൾ വെള്ളം കയറും, പക്ഷേ തീരെ ആഴമില്ല, ഫുള്ള് ചേറാണ്. അതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ ഈ ഒരു വീടിൻ്റെ അപ്പുറം തൊട്ട് ഈ വീടിൻ്റെ അപ്പുറത്തേക്കൊക്കെ കടലില്ല, കടൽ ഉൾവലിഞ്ഞിരിക്കുകയാണ്, ഫുള്ളായിട്ട് ഉൾവലിഞ്ഞിരിക്കുക. ഇവിടെയൊക്കെ ഉൾവലിഞ്ഞിരിക്കുകയാണ് കേട്ടോ, ഫുള്ള് ചേറാണ്. പക്ഷേ കുറച്ചപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ അങ്ങോട്ട് കുറച്ചങ്ങ് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നല്ല തിരയാണ് കേട്ടോ. അവിടെ നല്ല തിരമാലകൾ അടിച്ച് കയറുക, കരയിലേക്ക് തിര അടിച്ച് കയറുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ചപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൊക്കളങ്ങര ബീച്ചും അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ പൊക്കാഞ്ചേരി ബീച്ചിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കടലടിച്ച് കയറിക്കൊണ്ടിരിക്കുക. അതായത് ചെറിയൊരു ഡിസ്റ്റൻസിൽ, ഒരു 100-200 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ തന്നെ കടലിന് വരുന്ന മാറ്റം ഇത്രത്തോളം അധികം മാറ്റമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഒരിക്കൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ കടൽ ഉൾവലിഞ്ഞ് ചേറൊക്കെ കയറിയിട്ടുള്ളത്, മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം എന്താ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച ശരിക്കും കാണാൻ പറ്റണത്. ഇതെന്ത് പ്രതിഭാസമാണ് എന്താണ് ഒന്നും നമുക്കറിയില്ല. സാധാരണ മഴക്കാലത്തിന് ശേഷം ഇങ്ങനെ ചേറടിയുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇതുപോലെ ചേറ് കരയിലേക്ക് കടിച്ച് കയറുന്നത് അധികം കാണാറില്ല. അതുപോലെ ഇതുപോലെ വറ്റി കിടക്കുന്നത് കാണാറില്ല. തിരയില്ലാതെ കിടക്കുന്നത് കാണാറുണ്ട്, അതായത് ചേറടിഞ്ഞത് മൂലം തിരയില്ലാതെ ചാകര പ്രതിഭാസം പോലെ കിടക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ കിടക്കുന്നത് കാണാറില്ല കേട്ടോ സംഭവം. എന്തായാലും അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാരോ ആൾക്കാർക്കോ ഒന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഫുള്ള് ചേറല്ലേ, കട്ട ചേറല്ലേ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും പോട്ടെട്ടോ. ഇനി എന്തായാലും ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. കടൽ ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടൽ അതിനേക്കാൾ ശക്തിയായിട്ട് തിരിച്ചു വരും എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കാന്ന് അറിയില്ല. എന്തായാലും വരുന്ന അപ്ഡേറ്റുകൾ ഞാൻ അറിയിക്കാം. ശരി, നിർത്തട്ടെ. ബൈ.